ഒരു പഠനമുണ്ട് കേട്ടോ. നമ്മുടെ അലക്സ, നമ്മളെല്ലാവരും ആമസോൺ അലക്സ നമ്മുടെ ഫോണുകളിലൊക്കെയുണ്ട്, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ അലക്സയെ നമ്മൾ അങ്ങോട്ട്, അലക്സയെ ആരെങ്കിലും തെറി വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അലക്സയെ ഒന്ന് തെറി വിളിച്ച് നോക്കുക. അലക്സ വളരെ മധുരമായി തിരിച്ച് സംസാരിക്കും, എനിക്കത് മനസ്സിലാകുന്നില്ല, ഇതിങ്ങനെയല്ല പറയേണ്ടതെന്നൊക്കെ പറയും. അപ്പോൾ ഈ അലക്സ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഇടയിൽ അമേരിക്കയിൽ ഒരു പഠനം നടത്തുകയുണ്ടായി. ആ പഠനത്തിൽ തെളിഞ്ഞു വന്നത് ഈ അലക്സയോട് തെറി വിളിച്ചാലും അലക്സ മധുരമായി സംസാരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പുറത്തെ സമൂഹത്തിലിറങ്ങി തെറി വിളിച്ചാലും ഇതേ സ്വഭാവം തന്നെ തിരിച്ച് സമൂഹം കാണിക്കുമെന്നാണ്. ഒരിക്കലും അങ്ങനെ അല്ലല്ലോ. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഇത്തരത്തിലുള്ള മാധ്യമങ്ങളും മറ്റും ഉൾപ്പെടുത്തുന്നത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ. കാരണം കുഞ്ഞുങ്ങളെ മാധ്യമങ്ങളുടെ ലോകത്തേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് എക്സ്പോസ് ചെയ്യുമ്പോൾ, ഡിജിറ്റൽ കണ്ടൻറ്റ് ഉൾപ്പെടെയുള്ളതിന് എക്സ്പോസ് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഈ പറയുന്ന കുട്ടികളുടെ സ്വഭാവത്തെയും ഈ ആക്രമണ പ്രവണതയെയും സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി കാർട്ടൂണുകളിൽ ഉൾപ്പെടെ ഈ പറയുന്ന ഒരു വാർണിംഗ് സൈനുകൾ കൊടുക്കേണ്ടതും. അപ്പോൾ പലയിടത്തും ഇപ്പം നമ്മൾ 6 മാസം വരെയുള്ള കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ കുടുംബത്തെ വിളിക്കാൻ മാത്രമാണ് വീഡിയോ കോൾ അനുവദിക്കുന്നത്. 6 മാസം മുതൽ 2 വർഷം വരെയുള്ള കുട്ടികൾക്ക് പഠനത്തിനുള്ള കണ്ടൻറ്റ് പേരൻറ്റിൻ്റെ കൂടെ ഇരുന്ന് കാണാനേ സമ്മതിക്കുന്നുള്ളൂ. 2 വയസ്സിൽ മിനിമം 6 വയസ്സിന് ഇടയിലുള്ള കുട്ടികൾക്ക് 1 മണിക്കൂറാണ് സ്ക്രീൻ ടൈം പറഞ്ഞിരിക്കുന്നത്. അത് വളരെ നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷണൽ കണ്ടൻറ്റ് കാണാനായിട്ടാണ്. നമ്മളൊക്കെ ഈ കുട്ടികളെ ഈ മാധ്യമങ്ങളും ഫോണുമൊക്കെ കാണിക്കുന്നത് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ്. അപ്പോൾ ഇതുമൊക്കെ തന്നെ കുട്ടികളെ സ്വാധീനിക്കാറുണ്ടെന്നും അത് ഇത്തരം നിർഭാഗ്യകരമായ അവസ്ഥകളിലേക്ക് എത്തുമെന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.